أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ബഹുമാനികളായ ജംഇലെ പണ്ഡിതന്മാരെ, എല്ലാവർക്കും സൗഖ്യമാണെന്ന് കരുതട്ടെ. അതിനുവേണ്ടി അള്ളാഹു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂട്ടത്തിൽ ഈ സാധുവിനെ മറക്കരുത്. ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേക ദിനം കൂടിയല്ലേ, പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ എന്ന് ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് 61ാമത്തെ ജംഇന്റെ ക്ലാസ്സിലേക്ക് ഇൻഷാ അള്ളാഹ് പ്രവേശിക്കുന്നു. വബില്ലാഹി തൗഫീഖ്. ഇന്ന് നമുക്ക് ജംഇൽ ചർച്ച ചെയ്യാനുള്ള വിഷയം അറാബിയോ മിൻ അർക്കാൽ ഖിയാസി അൽ ഇല്ലത്തു എന്നുള്ളതാണ്. ഖിയാസിന് 4 ഫറളല്ലേ നമ്മൾ പറഞ്ഞത്. ആ 4 ഫറളിൽ 3 വിശദീകരിച്ചു കഴിഞ്ഞു അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. ഇനി 4ാമത്തെ ഫറള് അൽ ഇല്ലത്തു, ഇല്ലത്ത് എന്നുള്ളതാണ്. മഖീസ് അലിയൊക്കെ ഇല്ലത്തുമാണല്ലോ. വഫി മഅനാഹ, എന്നാൽ ഇല്ലത്തിന്റെ അർത്ഥത്തിലുണ്ട്. ഹൈസമാ ഉത്ലിഖത്ത് അലാ ശൈഇൻ ഫീ കലാമി അഇമ്മത്തി ശർഇ, ശർഇന്റെ പണ്ഡിതന്മാരുടെ കലാമിൽ ഒരു വസ്തുവിന്റെ പേരിൽ ഇല്ലത്തിന് ഒരു കൈതും നൽകാതെ അങ്ങ് പറയപ്പെടുന്നയിടത്ത് ആ ഇല്ലത്തിന്റെ അർത്ഥത്തിൽ അഖ്വാൽ, ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. യംബനി അലൈഹ, ആ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അതേ ഖൗലുകളുടെ മേലിലാണ് മസായിലു തഅതി, ശേഷം വരുന്ന ഓരോ മസ്അലകളും പിറവി കൊള്ളുന്നത്. അതുകൊണ്ട് ഒരുപാട് ഖൗലുകൾ അതിലുണ്ട്. അത് ഇവിടെ മത്തിൽ നമുക്ക് ഇഷ്ടം പോലെ ആ ഖൗലുകൾ കാണാം. അത് ശരിപ്പെടുത്തിക്കൊണ്ട് വരികയാണ് നമ്മുടെ ഷാരി ചെയ്യുന്ന പണി. എന്നിട്ട് പറയുന്നു ഖാല അഹ്ലുൽ ഹഖ്, മുസന്നിഫ് പറയുന്നു ഹഖിന്റെ അഹ്ലുകാര് പറഞ്ഞു. ഹിയ, ഇല്ലത്തെന്ന് പറഞ്ഞാൽ അൽ മുഅറഫു ലിൽ ഹുക്മി, ഹുക്മിലുള്ള അടയാളമാണ് എന്നാണ് മുഅറഫിന്റെ അർത്ഥം വെക്കുന്നത്. അപ്പൊ ഹുക്മിനുള്ള അടയാളമാണ് ഇല്ലത്ത് എന്നാണ് ഇപ്പോ ഹഖിന്റെ അഹ്ലുകാര് പറയുന്നത്. അപ്പൊ ഇല്ലത്ത് അവിടെ ഉണ്ടെങ്കിൽ ആ അടയാളമായിട്ട് ഹുക്മിന് നിൽക്കും. ആ അടയാളം കൊണ്ടാണ് ഹുക്മുണ്ടാവുന്നത് അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ മഅന ഖൗൽ ഇസ്കാരി ഇല്ലത്തൻ, ലഹരി പിടിപ്പിക്കുന്നത് ഉണ്ടാവുക, അത് ഇല്ലത്തൻ, ഇല്ലത്താവുക എന്നതിന്റെ മഅനപ്പ് എന്തായി? അന്നഹു മുഅറഫുൻ, അത് മുഅറഫാണ് എന്ന് പറഞ്ഞാൽ ഐ അലാമത്തുൻ അലാ ഹിർമത്തിൽ മുസ്കിരി, ലഹരി പിടിപ്പിക്കുന്ന കാര്യങ്ങൾ ഹറാമാക്കേണ്ട മേലുള്ള അടയാളമാണ് ഇസ്കാറ്, ഇല്ലത്താവുക എന്ന് പറയുന്ന അർത്ഥം. കൽ ഖംരി വൻ നബീദി, കള്ള്, മുന്തിരിക്ക കള്ള്, ഇതൊക്കെ ഹറാമല്ലേ. അത് രണ്ടും മുസ്കിറാണ് താനും. എന്നാൽ അതിലുള്ള അടയാളം ഇസ്കാറാണ്. അപ്പൊ ആ ഇസ്കാറ് ഉള്ളത് കൊണ്ട്, ആ അടയാളം വന്നത് കൊണ്ട് കള്ളും നബീദൊക്കെ ഹറാമാണെന്ന് കിട്ടും. ഇങ്ങനെയാണ് ഹഖിന്റെ അഹ്ലുകാരുടെ വിശദീകരണം. എങ്കിൽ ഹുക്കുമുൽ അസ്ലി, അസ്ലിന്റെ ഹുക്കുമ്, അസ്ലിന്റെ ഹുക്കുമാകുന്നത് അലാഹാദ, ഈ ഹഖിന്റെ അഹ്ലുകാര് പറഞ്ഞ അഭിപ്രായ പ്രകാരം അതനുസരിച്ച് പോയാൽ അസ്ലിന്റെ ഹുക്കും എന്തായിരിക്കും? സാബിത്തുൻ, അത് സ്ഥിരപ്പെടുന്നതാണല്ലോ. ബിഹ, ഈ അടയാളം കൊണ്ട് തന്നെ, ഇല്ലത്ത് കൊണ്ട്. അപ്പൊ അസ്ലിന്റെ ഹുക്കുമുണ്ടായത് ഹഖിന്റെ അഹ്ലുകാര് പറഞ്ഞ അഭിപ്രായ പ്രകാരം നോക്കുമ്പോൾ ഇല്ലത്ത് കൊണ്ടാണ് ഉണ്ടായത്. ലാബിൻ നസ്സി, നെസ് അവിടെ ഉണ്ടെങ്കിൽ ആ നെസ് കൊണ്ട് വിധിയായിട്ടില്ല, നെസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല, ഇല്ലത്ത് കൊണ്ടാണ് വിധി സ്ഥിരപ്പെട്ടത് അസ്ലിന്റേത് എന്നർത്ഥം. അത് മഖീസ് അലഹിയാണല്ലോ അസ്ല്. ഖിലാഫല്ലിൽ ഹനഫിയ, ഹനഫിക്കാർക്ക് എതിരായിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഫീ ഖൗലിഹിം, ഹനഫിക്കാരുടെ ഖൗലിൽ ബിൻ നസ്സി, അവിടെ അസ്ലിന്റെ വിധി
നസ്സ് കൊണ്ട് സ്ഥിരപ്പെട്ട് തന്നെയാണെന്ന് അവർ പറയുന്നത്. പിന്നെന്തല്ല, ഇല്ലത്ത് കൊണ്ടല്ല. കാരണം നസ്സ് കൊണ്ടാണ് സ്ഥിരപ്പെട്ടതെന്ന് ഹനഫിക്കാര് പറയാൻ ലി അന്നുഹു നിശ്ചയമായിട്ട് നസ്സ് എന്ന് പറയുന്ന സാധനം അൽ മുഫീദു ലിൽ ഹുക്മി, ഹുക്മിനെ മനസ്സിലാക്കി തരുന്നതും ഫായിദ ഒപ്പിക്കുന്നതും ഒക്കെ നസ്സല്ലേ. അപ്പൊ നസ്സ് കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് പറയണം എന്നാണ് ഹനഫിക്കാര് പറയുന്നത്. അപ്പൊ ഹനഫിക്കാരെങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് അംഗീകരിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ഇപ്പോ ഇല്ലത്ത് കൊണ്ടാന്ന് പറയുമ്പോൾ ഹനഫിക്കാര് പറഞ്ഞു ന്യായമല്ലേ, അവര് മറുപടി കൊടുക്കണ്ടേ? ആ ഉണ്ട്. കൊല്ല ഷാഫിയാക്കളായ നമ്മൾ പറയുന്നു ലയ്യുഫിദുഹു, അത് എന്താ മനസ്സിലാക്കി തരൂല എന്നാ പറയണത്. നസ്സ് ഹുക്മിനെ മനസ്സിലാക്കി തരില്ല എന്നപ്പോ നമ്മൾ പറഞ്ഞത്. എന്ത് പ്രകാരം? ബി ഖൈദി കൗനി മഹല്ലിഹി അസ്ലൻ യുഖാസു അലൈഹി, അങ്ങനെ വെച്ചിട്ടാണ്. നിരുപാധികമല്ല നമ്മൾ മനസ്സിലാക്കി തരൂല എന്ന് പറഞ്ഞത്. നമ്മുടെ നിബന്ധനയുണ്ട്. ഏത് നിബന്ധന പ്രകാരം? ഹുക്മിന്റെ മഹല്ല് ആവുക, എന്താവുക? അസ്ലൻ, അസ്ലാവുക. എങ്ങനത്തെ അസ്ല്? യുഖാസു അലൈഹി, അതിന്റെ പേരിലാണ് ഖിയാസാക്കപ്പെടുക. അപ്പൊ ഖിയാസാക്കപ്പെടുന്ന അസ്ലായിട്ട് വരിക ഹുക്മിന്റെ മഹല്ല്. ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ എങ്ങനെ നസ്സ് കൊണ്ടാണ് ഹുക്മ് സ്ഥിരപ്പെട്ടത് കിട്ടൂലല്ലോ. അങ്ങനെ മറുപടി അങ്ങോട്ട് കൊടുക്കാലോ, കൊടുത്തു. വൽ കലാമു ഫീ ദാലിക, പിന്നെ ഇവിടെ സംസാരം തന്നെ അങ്ങനെയുള്ള ഒരു വിഷയത്തിലാണല്ലോ അല്ലെ. ഇവിടെ സംസാരം അതിലാണ്. വൽ മുഫീദ് ലഹു, എന്നാൽ അതിനെ മനസ്സിലാക്കി തരുന്നത് ഹുവൽ ഇല്ലത്തു, അത് ഇല്ലത്താണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഈ പറഞ്ഞ രൂപത്തിൽ ശരിയാവുകയില്ല. അപ്പൊ നസ്സ് കൊണ്ടല്ല സംഖ്യ സ്ഥിരപ്പെടുന്നത്, ഇല്ലത്ത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ മറുപടി കൊടുത്തു. കാരണം ഇത് ഹിയ മൻശഉ തഅദിയ്യത്തിൽ മുഹഖഖത്തു ലിൽ ഖിയാസി, ഖിയാസിനെ ഉറപ്പിക്കുന്നതായ ഒരു തഅദിയ്യത്ത്. അവിടെ ഖിയാസ് ഉണ്ട്, ആ ഖിയാസിനെ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഖിയാസിനെ ഉറപ്പിക്കുന്ന ഒരു വിട്ടുകിടക്കന്റെ ഉത്ഭവം ഇല്ലത്തല്ലേ. അല്ല ഇവിടെ ഖിയാസ് നടക്കൂലല്ലോ. അപ്പോ ഇവിടെ അവിടേക്ക് നോക്കുമ്പോ ഇല്ലത്തുണ്ട്. ആ ഇല്ലത്താണ്ട് വിട്ട് കിടന്നല്ലോ. ആ ഒരു വിട്ടുകിടക്കൽ കൊണ്ട് അവിടെ ഖിയാസേ ആക്കുന്നത്, അല്ലെ ഖിയാസാക്കൂലല്ലോ. ഏതുപോലെ ഖബ്റിന്റെ മുകളിൽ നബീദിനെ നമ്മൾ എന്താ ഖിയാസാക്കി? എന്താ കാരണം? ഖിയാസില് ഇവിടെ പറയാൻ കാരണം ഖബ്റിൽ ഇസ്കാറുണ്ട്, അതേ ഇസ്കാർ നബീദിലുണ്ട്. അവ വിട്ടു കിടന്നില്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ഇല്ലത്ത് കൊണ്ടാണ് ഹുക്മ് സ്ഥിരപ്പെട്ടത്, അസ്ലിന്റെ ഹുക്മ്, അല്ലാതെ നസ്സ് കൊണ്ടല്ല. വഖീല, പറയപ്പെട്ടിട്ടുണ്ട് അൽ ഇല്ലത്തു, ഇല്ലത്ത് എന്ന് പറയുന്ന സാധനം അൽ മുഅസ്സിറു ബിദാത്തിഹി ഫിൽ ഹുക്മി, അത് ഹുക്മിൽ തന്നെ എന്താണ്, സ്വന്തം നിലക്ക് ഹുക്മിൽ ഫലം വരുത്തുന്നതാണ് ഇല്ലത്ത് എന്നാണ് ശീല. ഹക്കിന്റെ അഹ്ലുകാര് പറഞ്ഞത് ഇല്ലത്ത് അടയാളമാണെന്ന്. ഇവര് പറയുന്നത് അങ്ങനെയല്ല, ആ ഇല്ലത്ത് തന്നെ ഹുക്മിൽ എന്താകും, ബിദാത്ത് കൊണ്ട് സ്വന്തം തനിച്ച് തന്നെ ഫലം വരുത്തുന്നു എന്ന വാദം. ഇതെടുത്തത് ബിനാഅൻ അലാ അന്നഹു യത്തബിഉൽ മസ്ലഹത വൽ മഫ്സദത, ആ ഒരു അഭിപ്രായം ഇവിടെ ഉണ്ട്. ആ നിലക്കാണ് ഈ അഭിപ്രായം ഇവിടെ വന്നത്. എന്താണ്? നിശ്ചയമായിട്ട് ഹുക്മി എന്നുള്ളത് എത്തബിഉ, അത് തുടരും, അൽ മസ്ലഹത വൽ മഫ്സദത, നാശം നന്മ, ഇങ്ങനെ തുടർന്നു വരുന്നതാണ് ഹുക്മ്. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, ഈ രൂപത്തിലാണ് വിധി വരുന്നത്. അങ്ങനെയാണ് വിധി ഉണ്ടാവുക എന്ന അഭിപ്രായ പ്രകാരമാണ് ഇല്ലത്ത് ബിദാത്ത് കൊണ്ട് തന്നെ ഹുക്മിൽ ഫലം വരുത്തുമെന്ന ഖീല വന്നത്. ഈ അഭിപ്രായം ആര് പറഞ്ഞതറിയാം? ഖൗലുൽ മുഅ്തസിലത്തി, ബിദ്അത്തുകാരായ മുഅ്തസിലത്തിന്റെ വാദമാണത്. എങ്കിൽ മൂന്നാമത്തെ അഭിപ്രായം നോക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തുറ്റ പണ്ഡിതനല്ല വസ്സാലിമാം, ബഹുമാനപ്പെട്ട വസ്സാലിമാം തങ്ങൾ പറഞ്ഞു ഹിയൽ മുഅസ്സിറത്തു ഫീഹി, ഇല്ലത്താണ് ഫലം വരുത്തുന്നത് ഹുക്മില്, പക്ഷേ എതിരില്ല. അവ അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാണ് ഇല്ലത്ത് അവിടെ ഫലം വരുത്തുന്നത് എന്നതാണ്.
ഇതിലില്ല എന്ന് പറഞ്ഞാല് ഐ ബി ജാലിഹി അള്ളാഹു തആല അങ്ങനെ ആക്കുക. അല്ലാതെ ലാ ബിദ്ദാത്തി മുഅ്തസിലത്ത് പറയും പോലെ ബിദ്ദാത്തല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നു. എന്നാൽ വഖാൽ ആമുദിയോ ബഹുമാനപ്പെട്ട ആമുദി ഇമാം പറയുന്നത് ഹിയ ഇല്ലത്ത് അൽ ബാഇസ് അലൈഹിദ മൂപ്പര അഭിപ്രായം അങ്ങനെയാണ്, ഹുക്മിന്റെ മേൽ പ്രേരിപ്പിക്കുന്നതാണ്. എന്തൊക്കെയായി ഹുക്മിന്റെ മേൽ പ്രേരിപ്പിക്കുന്നതാണ് ഇല്ലത്ത് എന്ന് ആമുദി ഇമാം. അല്ലാഹു തആലാന്റെ അനുമതി പ്രകാരം ഇല്ലത്ത് ഫലം വരുത്തുന്നത് ഗസാലി ഇമാം. സ്വന്തം നിലക്ക് തന്നെ ഇല്ലത്ത് ഫലം വരുത്തുന്നത് മുഅ്തസിലത്തിന്റെ വാദം എടുത്തുകൊണ്ടുള്ള ഖീല. ഹക്കിന്റെ അഹ്ലുകാര് പറയുന്നത് ഹുക്മിനുള്ള അടയാളം. ഇങ്ങനെ പല അഭിപ്രായങ്ങളും വന്നു. വഖാല എന്നിട്ട് ആമുദി ഇമാം പറയുകയാണ്, എന്താ പറയുന്നത്, ഇന്നഹു നിശ്ചയമായിട്ടും ഈ പറഞ്ഞത് മുറാദു ഷാഫിഇയ്യത്തി ഷാഫിയാക്കൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. എവിടെ ഫീ ഖൗലിഹിം ഷാഫിയാക്കളുടെ ഖൗലിൽ എന്ത് ഹുക്കുമുൽ അസ്ലി സാബിത്തും ബിഹാ എന്ന ഒരു വാക്കിൽ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഹുക്കുമുൽ അസ്ലി സാബിത്തും ബിഹാ, അത് ഷാഫിയാക്കൾ പറഞ്ഞതാ. ഈ വാക്കില് അവർ ഉദ്ദേശം ഇത് തന്നെയാണ്. എന്ത് ഐ അന്നഹ ഇല്ലത്ത് ബാഇസത്തുൻ അലൈഹി ഹുക്കുമിന്റെ മേൽ പ്രേരിപ്പിക്കുന്നതാണ് എന്നാണ് ആ പറഞ്ഞ ഷാഫിയാക്കളുടെ ഖൗലിലുള്ള ഉദ്ദേശം എന്ന് ആമുദി ഇമാം പറയുകയും ചെയ്തു. അപ്പൊ ഷാഫിയാക്കൾ പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയുന്നത് എന്തായി അതിന്റെ ധ്വനി. അന്റെ മുറാദൽ അനഫിയ അനഫിയാക്കൾ ഉദ്ദേശിക്കുന്നത് ഓല മുറാദ് എന്താ അന്നൻ ഡസ്സ നിശ്ചയമായിട്ടും ഡസ് മുഅറഫുൻ ലഹു ഹുക്മിനുള്ള മുഅറഫാണ് എന്നാണ് അനഫിയാക്കൾ ഉദ്ദേശിക്കുന്നത്. എന്താ അന്ന കുല്ലൻ. അപ്പോ ഷാഫിയാക്കളതും അനഫിയാക്കളതും എടുത്തു നോക്കിയാൽ ലാ യുഖാലിഫുൽ ആഖറ മറ്റൊന്നിനോട് ഫീ മുറാദിഹി ഉദ്ദേശിക്കപ്പെടുന്ന കാര്യത്തിൽ മറ്റൊന്നിനോട് ഇത് എതിരാകൂല. പ്രത്യക്ഷത്തിൽ ഉണ്ട് എന്നല്ലുള്ളൂ, വാസ്തവത്തിൽ ആയത്തിൽ ചിന്തിച്ചാൽ രണ്ടാളും ഉദ്ദേശം ഒന്നായിട്ട് വരുന്നത്. ഇബ്നുൽ ഹാജിബ് ഫീദാലിക്ക ഈ വിഷയത്തിൽ ആമുദി ഇമാമിനോട് ഇബ്നു ഹാജിബ് എന്നിവർ തുടർന്നു വന്നിട്ടുണ്ട്. ഖാലൽ മുസന്നിഫു മുസന്നിഫ് അവർ പറഞ്ഞു വനഹരു നമ്മളെന്ന് പറഞ്ഞാൽ മആശറ ഷാഫിഇയ്യ ഷാഫിയ കൂട്ടമേ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താ പറയുന്നത്, ഇന്നമാ നുഫസ്സിറുൽ ഇല്ലത ഇല്ലത്തിന് നമ്മൾ വിശദീകരണം നൽകുന്നു ബിൽ മുഅറഫ് മുഅറഫ് എന്നതുകൊണ്ടാണ് നമ്മൾ വിശദീകരണം നൽകുന്നത്. വലാ നുഫസ്സിറുഹാ ബിൽ ബാഇസി അബദ ഒരിക്കലും ബായിസാണ് എന്നതുകൊണ്ട് നമ്മൾ ഇല്ലത്തിന് വിശദീകരിക്കുകയില്ല, മുഅറഫ് എന്ന നിലക്ക് തന്നെ നമ്മൾ വിശദീകരിക്കുകയുള്ളൂ എന്നാണ് മുസന്നിഫ് പറയുന്നത്. അപ്പോ ആമുദി ഇമാം പറഞ്ഞതൊക്കെ പാടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ വൈരുദ്ധ്യമുണ്ടെന്ന് മനസ്സിലായി. ഇല്ലത്തിന് ബായിസ് കൊണ്ട് ആര് വിശദീകരിച്ചുവോ അവരുടെ മേൽ ശക്തമായി നമ്മൾ എന്താവുന്നു വെറുക്കുകയും ചെയ്യുന്നു. അങ്ങനെ വെറുപ്പ് എതിര് പ്രകടിപ്പിക്കുന്നു, ശക്തമായ എതിരാണ് ബായിസ് എന്ന് വിശദീകരണം ഇല്ലത്തിന് നൽകിയത്. കാരണം റബ്ബ തആല നിശ്ചയമായിട്ടും ആമുദിമ പറഞ്ഞതുപോലെ ബായിസ് എന്ന് വെച്ചാൽ അങ്ങനെ വിശദീകരണം കൊടുത്തവർ വലിയൊരു അപകടം പിടയുന്നുണ്ട്. ആ അപകടം ഇവിടെ പോവണം. അതിനാണ് മുസന്നിഫ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. എന്താണ് അപകടം? റബ്ബ തആല നിശ്ചയമാണ് പടച്ച റബ്ബ് ലാ യബ്അസുഹു ശൈഉൻ പടച്ച റബ്ബിനെ ഒരാളും പറഞ്ഞയക്കുന്നില്ല. അനാ ഷൈഇൻ മറ്റൊരു വസ്തുവിന്റെ മേൽ ഒരു ഷൈഉം അള്ളാനെ പറഞ്ഞയക്കുന്നില്ല. പറഞ്ഞയക്കുന്നത് അള്ളയല്ലേ. അപ്പൊ അവിടെ ബായിസ് എന്ന് അർത്ഥം വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഒരു വസ്തുവിന്റെ മേൽ ഒരു വസ്തു പറഞ്ഞയക്കുന്നു, ബായത് ചെയ്യുന്നത് വരും. ഇതിവിടെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇല്ലത്തിന് എന്തർത്ഥം വെക്കാൻ പറ്റൂല, ബായിസ് എന്നർത്ഥം വെക്കാൻ പറ്റൂല. അപ്പൊ ഇല്ലത്ത് എന്താവും? ഒരു ശരിയായി. ആ ഇല്ലത്ത് അള്ളാഹുവിനെ ഹുക്മ് എന്ന് പറയുന്ന വസ്തുവിന്റെ മേൽ പറഞ്ഞാക്കിൽ വരുന്നൊക്കെ അർത്ഥം വരൂലേ. ഈ അപകടം പറ്റും. ഈ അപകടം ഒഴിവാക്കുവാനാണ് നമ്മൾ മുഅറഫുൻ അടയാളം എന്ന് വെച്ചത്. അപ്പൊ ഒരു സംശയം വരും. ഫുഖഹാക്കളിൽ നിന്ന് ഉസൂലികൾ പറഞ്ഞതാ.
അപ്പൊ അസ്ലിയാക്കൾ പറയുമ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ ഫുഖഹാക്കളിൽ ചിലപ്പോ ഇല്ലത്തിന് ഇബാറത്ത് ഇട്ടിട്ടുണ്ടാവുമ്പോൾ ബായിസീദ്. അപ്പൊ എന്താണ് കാട്ടുക? അപ്പൊ ഈ പറഞ്ഞ അപകടം അവിടെ വരൂലേന്നാ? അത് വരില്ല. ഫുഖഹാക്കൾ എങ്ങാനും അങ്ങനെ ഇബാറത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഇബാറത്ത് ഇട്ട ആൾ ഉദ്ദേശിച്ചത് അറാദ, മൂപ്പർ ഉദ്ദേശിച്ചത് അന്നഹ, നിശ്ചയമായിട്ടും ആ ഇല്ലത്ത് ബായിസത്തുൽ മുക്കല്ലഫിനെ പ്രേരിപ്പിക്കുന്നതാണ്. എന്തിന്റെ പേരിൽ? അൽ ഇംതിസാലി, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴങ്ങുക. അപ്പൊ ഷറഇന്റെ കൽപ്പനക്ക് വഴങ്ങുക എന്നതിന്റെ പേരിൽ മുക്കല്ലഫായ ഒരാളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇല്ലത്തിൽ ബായിസ് എന്നർത്ഥം ഫുഖഹാക്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുദ്ദേശം അതാണ്. അവിടെ എന്താ വട്ടം? നല്ലോണം കലക്കി കുത്തേണ്ടി വരും. ഇതിനെ തിരിയുള്ളൂ. അത് ഒരു ഇബാറത്തുമ്പോ വേണ്ട പോയിന്റ് നോക്കികൾ. അള്ളാഹു അല്ലാത്ത ബുദ്ധിയാണ് ഇവർക്കൊക്കെ കൊടുത്ത്. ഈ ബുദ്ധിമാന്മാരില്ലെങ്കിൽ നമുക്ക് എന്ത് തിരിയാനാ? നബ്ബഹ അലൈഹി, അതിന്റെ മേൽ ഉണർത്തിയിട്ടുണ്ട് അബി റഹ്മഹുല്ലാഹു തആല. ഈ പറഞ്ഞ വിഷയത്തിന്റെ പേരിൽ എന്റെ പിതാവ് അത് ഉണർത്തിയിട്ടുമുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഇത് നോക്കുക. ബയാനുഹു, അതിന്റെ വ്യാഖ്യാനമൊക്കെ ഇൻഷാ അല്ലാഹ് പിറകിൽ വരുന്നു. അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം എന്നേ പറയാനുള്ളൂ. മത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അദ്ദേഹം മത്തിന് പറഞ്ഞത് ഇപ്പോ നാലാമത്തത് ഇല്ലത്താണ്. അക്കിന്റെ അഹിലുകാര് പറയുന്നത് അടയാളമാണ്. അസ്റിന്റെ വിധി ഇല്ലത്ത് കൊണ്ട് സ്ഥിരപ്പെടുന്നതാണ്, നസ് കൊണ്ടല്ല. അനഫിയാക്കൾക്ക് എതിരായിട്ട് ഒരു തീല ഇല്ലത്ത് ദാത്ത നിലക്ക് തന്നെ മുഅസ്സിറത്താണ്. ഖാലൽ വസ്സാലിയോ, വസ്സാലി ഇമാം തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ്. ആമുദി ഇമാം പറയുന്നു ഹുക്മിന്റെ മേലിൽ പ്രേരിപ്പിക്കുന്നതാണ് എന്ന്. വഖദ് തകൂനു ദാഫിഅതൻ ഔ റാഫിഅതൻ ഔ ഫാഇലത്തൽ അംറൈനി, ഇങ്ങനെയാവും ഇല്ലത്ത്. എന്താ പറഞ്ഞത്? വഖദ് തകൂനുൽ ഇല്ലത്തു, ചിലപ്പോൾ ഇല്ലത്താകും. ദാഫിഅത്തൻ ലിൽ ഹുക്മി, ഹുക്മിനെ തടുക്കുന്നതാകും. ഔ റാഫിഅത്തൻ ലഹു, അല്ലെങ്കിൽ ഹുക്മിനെ ഉയർത്തുന്നതാകും. അല്ലെങ്കിൽ ഔ ഫാഇലത്തൽ അംറൈനി, രണ്ട് കാര്യത്തിൽ പ്രവർത്തിക്കുന്നതാവും ഇല്ലത്ത്. അതായത് ദഫ്അ് റഫ്അ്, അതാണ് അംറൈനി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കാര്യത്തെയും പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക എന്നറിയാമോ? ഹുക്മിനെ ഉയർത്തുക, അല്ലെങ്കിൽ ഹുക്മിനെ തടുക്കുന്നതാവുക ഇല്ലത്ത്. ഇല്ലത്ത് ഇങ്ങനെയൊക്കെ വരാം. ഇനി ഓരോന്നിനും ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. മിസാലുൽ അവ്വൽ, ഒന്നാമത്തേതിന്റെ ഉദാഹരണം. എന്താ ഒന്നാമത്തേത്? ഇല്ലത്ത് ഹുക്മിന് ദാഫിയാവുക എന്നുള്ളതാ. അത് അൽ ഇദ്ദത്തു, ഇദ്ദയിരിക്കുന്ന കാര്യമാണ്. ഒരു പെണ്ണ് ഇദ്ദയിലിരിക്കുകയാണ്. ഫഇന്നഹ, നിശ്ചയമായിട്ടും ഇദ്ദ എന്ന് പറയുന്നത് തദ്ബു ഹല്ലൻ നിക്കാഹി, നിക്കാഹിന്റെ ഹലാലിനെ തടുക്കും. പിന്നെ വൈരി സൗജി, ഭർത്താവ് അല്ലാത്തവരിൽ നിന്ന് മറ്റൊരാൾ കല്യാണം കഴിക്കുക, അങ്ങനെ കല്യാണം കഴിക്കുന്ന ഹലാല് തടുക്കുമോ? നടക്കൂല. പോലെ തെർഫഹു, അതേ സമയത്ത് ഭർത്താവിന്റെ നിക്കാഹ് ഹലാലാവുക എന്നതിന് ഇദ്ദ ഉയർത്തൂല. അങ്ങനെയുണ്ട്. അതാണ് പറയുന്നത്. സൗജിന്റെ നിക്കാഹ് ഹലാലാവുക അതിനെ ഉയർത്തുകയില്ല. സൗജ് അല്ലാത്ത മറ്റൊരാളെ നിക്കാഹ് ചെയ്യുമ്പോ ആ നിക്കാഹ് ഹലാലാവുക എന്നുള്ളതിന് തടുക്കുന്നുണ്ട്. ആര് തടുക്കുന്നുണ്ട്? ഇദ്ദ തടുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ പറയുന്നത്. ഇനി ഏതുപോലെ കമാലോ കാലത്ത് ആ ഇദ്ദ ശുഭഹത്തിൻ, ഭാര്യയാണോ പെങ്ങളാണോ എന്ന് തിരിയാതെ പെൺകൂട്ടത്ത് പോയിട്ട് തന്റെ ഭാര്യയാണെന്ന് വിചാരിച്ച് ബന്ധപ്പെട്ട് പിന്നെ നോക്കുമ്പോ അത് ഭാര്യ അല്ലാതെയായി. ഇങ്ങനെ ഇവിടെ ഇതൊക്കെ ഇരിക്കേണ്ടി വരും. ഈ നിലപാടിലൂടെ ആ ഭാര്യയുമായുള്ള ഈ ഭർത്താവിന്റെ നിക്കാഹ് പൊളിയോ ഇല്ല, പോവില്ല. മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാൻ അനുവദനീയമല്ല. അപ്പോൾ തടുത്തു ആ ഇല്ലത്തിന്. ഇനി രണ്ടാമത്തത് എന്താണെന്ന് അറിയാമോ? ഹുക്മിനെ ഉയർത്തുക എന്നുള്ളതാണ്. ഇവിടെ ഹുക്മിനെ തടുത്തുകയാണ്, ഇനി ഉയർത്തുകയാണ്. അതിന് ഉദാഹരണം അതാണ് മിസാൽ സാരി, രണ്ടാമത്തേതിന് ഉദാഹരണം അത്വലാഖു, വിവാഹമോചനം. ഫഇന്നഹു, ത്വലാഖ് എന്ന് പറയുന്ന കാര്യം യർഫഉ, ഉയർത്തും, ഹല്ലൽ ഇസ്തിംതാഇ,
ഭാര്യയുമായുള്ള എന്തെല്ലാം സുഖങ്ങളുണ്ടോ ആ സുഖം എടുക്കൽ ഹലാലായിരുന്നു. ആ ഹലാല് തലാഖോടുകൂടി വെറുതുപോയി, നടക്കൂല. ഹലാല് ഇസ്തിബ്താ ഹലാലാവുക എന്നുള്ളത് എന്താവൂല, തടുക്കൂല. അതാ കാരണം അവ ഇസ്തിബ്താനെ തടുക്കണില്ല. ഇസ്തിബ്താ ഹലാലാണെന്ന് ഉയർത്തിയിട്ടുള്ളൂ. അതിൽ ജവാദി നിക്കായമായതോ ഇവന്റെ ശേഷം എന്ത് ചെയ്യാ, നിക്കാഹ് നടത്താനോ? അവ നിക്കാഹ് നടത്താൻ പറ്റും. അപ്പൊ ആ നിക്കാഹ് നടത്തൽ ജായിസായത് കൊണ്ട് ആ ഇസ്തിബ്താവിന്റെ ഹലാലിനെ തടുക്കൂല. അപ്പൊ മറ്റോ നിക്കാഹ് ചെയ്തിട്ട് ചെയ്യാം. അതേ സമയത്ത് ഈ തലാഖ് ചൊല്ലിയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതുമായിട്ടുള്ള പരിപാടി നടക്കൂല. അതാണ് ഇവിടെ വിധിയെ ഉയർത്തിയത്. ഇനി വേണ്ടതുപോലെ നിങ്ങൾ വെച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. ഞാൻ അത്രയും സൂചിപ്പിച്ച് പറയുന്നുള്ളൂ. ഈ മൂന്നാമത്തെ ഉദാഹരണം, മൂന്നാമത്തത് പറഞ്ഞാൽ എന്താ, രണ്ട് കൽപ്പനക്ക് കൂടി ഇതാവോ വാങ്ങുക. രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇത് രണ്ടിനും കൂടി പ്രവർത്തിക്കുന്ന രീതിയാണ് മൂന്നാമത്തേത്. അതെങ്ങനെ, മുലകുടി ബന്ധം. റലാ എന്നുള്ളത് എന്തുപോ തടുക്കും. ഹലൻ നിക്കാഹ് ഹലാലാവലിനെ തടുക്കും. വയറുപഴഹു ആ നിക്കാഹ് ഹലാലാവൽ ഉയർത്തുകയും ചെയ്യും. ഇതെങ്ങനെ നടക്കരുത് വെച്ചാല്, ഇതാ ത്വറ അലേഹി നിക്കാഹിന്റെ പേരിൽ പുതുതായി വന്നാൽ. അപ്പോ ഒരാൾ എന്ത് ചെയ്തറിയാമോ? ഉദാഹരണമായിട്ട് ഒരു കുട്ടിയുടെ ഇയാൾക്ക്, അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കുട്ടിക്ക് മുല കൊടുത്തതായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അങ്ങനെ കുട്ടിക്ക് മുല കൊടുത്ത ആളെയാണ് ഇയാൾ കല്യാണം കഴിച്ചത്. അങ്ങനെ കല്യാണം കഴിച്ചിരിക്കെ പിന്നെ എന്ത് ചെയ്തു അറിയാമോ? ഇയാളെ ഭാര്യയാകുന്ന ആ പെണ്ണിന് ഭർത്താവിന്റെ ഉമ്മ മുല കൊടുത്തു. ആദ്യത്തത് നിക്കാഹ് എന്താവുമായിരുന്നു, ഹലാലിനെ തടുക്കലായിരുന്നു. റളാവ് തടുത്തു, ഹലാലിൽ നിന്ന് തടുത്തു. ഇപ്പൊ എന്തായി, ഹലാൽ ഉയർത്തി. ആ റളിയത്തിന് ഉമ്മ എന്തായി, മുല കൊടുത്തു. അങ്ങനെ മുല കൊടുക്കുമ്പോൾ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് തടുക്കുക, ഉയർത്തുക എന്ന് പറയുന്ന ഉദാഹരണം വെച്ചത്. ഇല്ലത്തു, ഇനി ഇല്ലത്താവാലോ വസ്ഫൻ ഹഖീഖിയൻ, ഹഖീഖിയായ വസ്ഫായിട്ട് വരാം ഇല്ലത്ത്. ഹഖീഖിയായ വസ്ഫായിട്ട് ഇല്ലത്ത് വരിക എന്നുള്ളത് മായുത അഖലു ഫീ നഫ്സിഹി മിൻ ഗൈരി തവഖുഫിൻ അലാ ഉർഫിൻ ഔ ഗൈരിഹി. ഒരു ഉർഫോ അതല്ലെങ്കിൽ അതല്ലാത്തിന്റെ പേരിലോ ഒന്നും തവഖുഫ വേണ്ട. ഫീ നഫ്സിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നിനെ കൊണ്ടാണ് വസ്ഫൻ ഹഖീഖിയ എന്ന് പറയും. മറ്റൊന്നിന്റെ സഹായം വേണ്ട, തനിയെ തന്നെ ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒന്നിന് വസ്ഫ് ഹഖീഖ. ഇങ്ങനെ വസ്ഫുൻ ഹഖീഖിയായിട്ട് ഇല്ലത്ത് വരും. അത് ലാഹിറൻ മുല്ലബിത്തൻ, ലാഹിറുമാണ്, മനസ്സിലായതാണ് എല്ലാവർക്കും. മുല്ലബിത്തുമാണ്. മുല്ലബിത്ത് എന്ന് പറഞ്ഞാൽ വേറൊന്നും ഉണ്ടാകൂല, അത് മാത്രമേ അതിലുണ്ടാകൂ. അങ്ങനെ ക്ലിപ്തമായ രീതി എല്ലാവർക്കും മനസ്സിലാകുന്നതുമായ ഒരു ഹഖീഖിയ വസ്ഫായിട്ട് ഇല്ലത്ത് വരും. മുല്ലബിത്തായിട്ട് വരിക എന്നൊക്കെ ത്വഅബ് എന്ന് പറയുന്ന സാധനം ഈ ബാബിൽ റിബ, റിബയുടെ ബാബില് ത്വഅബ് ഭക്ഷണമാവുക, ഭക്ഷിക്കാൻ പറ്റുക എന്നുള്ള ഒരു ഇല്ലത്തുണ്ടല്ലോ. ആ നിലപാട് വെക്കുമ്പോൾ അത് മുല്ലബിത്തായി, അത് ലാഹിറുവാണല്ലോ. ഈ രൂപത്തിൽ വസ്ഫൻ ഹഖീഖായിട്ട് ഇല്ലത്ത് വരും. അല്ലെങ്കിൽ ആ വസ്ഫൻ ഉർഫിയ മുത്തരിദൻ, ഉർഫിയായിട്ട് മുത്തരിതായിട്ട് പതിവായി എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ ഉറുഫുണ്ടാവും. അങ്ങനത്തെ ഉർഫിയായ ഒരു മുത്തരിതായ വസ്ഫായിട്ട് ഇല്ലത്ത് വരാം. അപ്പൊ ലാ യഖ്തലിഫു ബിഖ്തിലാഫിൽ ഔഖാതി, അത് സമയങ്ങൾ വ്യത്യാസമാവൽ കൊണ്ട് ഇത് വ്യത്യാസമാവൂല. ഈ വസ്ഫ് ആ രൂപത്തിലും ഉണ്ടാവാം. ഏതുപോലെയൊക്കെ ഷറഫി വൽ ഖിസ്സത്തി വൽ കഫാത്ത്, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ കുഫുവ കൂവ എന്ന രീതി നോക്കലുണ്ടല്ലോ. അതിൽ എന്തുവരും, താഴ്ന്ന വർഗം, ബുദ്ധിവർഗം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നതുപോലെ സമയങ്ങള് വ്യത്യാസമാവൽ കൊണ്ടൊന്നും വ്യത്യാസമാവാൻ കഴിയാത്ത രൂപത്തിലുള്ള മുത്തരിതായ ഉറഫിയ വസ്ഫായിട്ട് വരും. ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ തൊക്കൂനു ഇല്ലത്താവുമിൽ അസഹി, ബലപ്പെട്ട അഭിപ്രായത്തിൽ വസ്ഫൽ ലുഗവിയ, ലുഗവിയായ ഒരു വസ്ഫായിട്ടും ഇല്ലത്തും ഫിൽ അസഹി. ഇവിടെ അഭിപ്രായമുണ്ട്. ആദ്യം രണ്ട് പറഞ്ഞു വസ്ഫൻ ഹഖീഖിയിലോ
വസ്ഫൻ ഉർഫിയ മുത്തരിദിലോ അഭിപ്രായമില്ല. ഇവിടെ ലഹുവിയായ വസ്ഫാവുന്നതിന് ഉദാഹരണം കത്തൈലീലി ഹിർബത്തിന്റെ മീനി മുന്തിരിക കള്ള് ഹറാമാവലുള്ള ഇല്ലത്താക്കല് ബി അൻഡുഹു നിശ്ചയമായിട്ടും മുന്തിരിക കള്ള് യുസമ്മ ഹബ്രൻ അതിന് കള്ള് എന്ന് പറയാനോ ഈ കള്ള് എന്ന് പറയാൻ പറ്റുക എന്നതുകൊണ്ടല്ലേ നബീന് ഹറാമാക്കൽ ഇല്ലത്താക്കുക. അങ്ങനെ ഇല്ലത്താക്കുമ്പോ തൈ ലോവിയാണ്, ലോവിയായ ഇല്ലത്തായിട്ടും വരാം. പിന്നെ കൽ മുഷ്തദ്ദി മിമ്മാഇൽ ഇനബി മുന്തിരിങ്ങയുടെ വെള്ളം, ആ മുന്തിരിങ്ങ വെള്ളത്തിൽ നിന്ന് ശക്തിയായതുപോലെ, ആ മുന്തിരിങ്ങയിൽ നിന്ന് ശക്തിയായതുപോലെ ഖബ്രൻ എന്ന് നബീദിന് പറയാൻ പറ്റും. അങ്ങനത്തെ ഇല്ലത്ത് വെച്ച് നോക്കുമ്പോൾ ലഹുവിയായ ഇല്ലത്തായി ഇങ്ങനെയും ഇല്ലത്ത് വരാം. അതെങ്ങനെ പറഞ്ഞത്? ഈ അഭിപ്രായം ബിനാഅലാ സുബൂത്തിൽ ലുഗത്തി ബിൽ ഖിയാസി, ഖിയാസ് കൊണ്ട് ലുഗത്തിനെ സ്ഥിരപ്പെടുത്താൻ പറ്റും എന്നൊരു നിലപാടുണ്ട്. അതിന്റെ മേൽ എടുത്തിട്ടാണ് ഇങ്ങനെ വസ്ഫുൽ ലഹുവിയ എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അത് അസഖല്ലേ പറഞ്ഞത്? മുഖാബറുൽ അസഖി യഖൂലു, അസഖിന്റെ മുഖാബല പറയുന്നു ലാ യുഅല്ലലുൽ ഹുക്മു ശർഇയ്യു ബിൽ അംരിൽ ലുഗവി എന്നതാ. ലുഗവിയായ ഒരു കാര്യം കൊണ്ട് ശർഇയായ ഒരു വിധിക്ക് ഇല്ലത്താക്കപ്പെടുകയില്ല എന്നതാണ് അസഖിന്റെ മുഖാബല. ഔ ഹുക്മൻ ശർഇയ്യൻ, അല്ലെങ്കിൽ എന്താവാന്നറിയാമോ ശർഇയായ ഒരു വിധിയായിട്ട് വരാം. സവാഅൻ കാനൽ മഅലൂലു ഹുക്മൻ ശർഇയ്യൻ അയ്ളാ, മഅലൂല് ശർഇയായ ഹുക്ം ആയാലും സമമാണ്. എന്നാലും ഇല്ലത്തെന്തായിട്ട് വരാം? ശർഇയായ ഹുക്മായിട്ട് വരാം. ഏതുപോലെ കതഈലി ജവാസി റഹിൽ മുശാഇ ബിജവാസി ബൈഇഹി, മുശാആയി നിൽക്കുന്ന ഒരു പണയ വസ്തു, അതായത് മുശാ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമുള്ളൂ, ഇന്നത് വ്യക്തമായിട്ടില്ല, അങ്ങനത്തെ ഒരു ഭാഗത്തെ പണയം വെച്ചു. അങ്ങനെ പണയ മുശായ സ്വത്താണ്, എല്ലാവർക്കും അതിൽ ഓരോ അംശങ്ങളുണ്ടാവും. അപ്പോൾ ഇവന്റെ അംശം എന്താണ്? ഒരു ഉദാഹരണമായി 4 ഭാഗം എടുത്തോര്, അങ്ങനെ ഇന്നതാന്ന് വ്യക്തമാവാത്ത രൂപത്തിൽ 4 ഭാഗമുണ്ട്. അങ്ങനത്തെ ഒരു സാധനത്തിനെ കൊണ്ടേ പണയം വെച്ചു. ആ പണയം വെക്കൽ ജവാസ് ആയതിന് ഇല്ലത്തെന്താ? ജവാസി ബൈഹി, അതിനെ വിൽക്കാൻ പറ്റുമല്ലോ എന്നൊരൊറ്റ കാരണം. അതിനെ വിൽക്കാൻ പറ്റുമല്ലോ എന്ന് വെക്കുമ്പോ അതുകൊണ്ട് ഇല്ലത്താക്കി മുഷാ ആയ ഒരു വസ്തുവിനെ പണയം വെക്കൽ ജവാസാക്കലില്ലേ. അപ്പൊ എന്തായ ഇങ്ങനെ മഅലൂലായിട്ട് ശർഇയായ ഒരു വിധി ഹുക്കുമായിട്ട് വരാം. ഇവിടെ ഹുക്കുമ്പ് ശർഇയായിട്ടാണ് വന്നത് ഇല്ലത്ത്. അംകാന അംറൻ ഹഖീഖിയൻ, മഅലൂല് ഹുക്കുമ്പ് ശർഇയായാലും വേണ്ടില്ല, അല്ലെങ്കിൽ അംറൻ ഹഖീഖിയായാലും വേണ്ടില്ല. ഇല്ലത്തെന്തായിട്ട് വരാം? ശർഇയായ ഹുക്കുമായിട്ട് വരാം. അംറൻ ഹഖീഖിയായിട്ട് വരുന്നൊരു ഉദാഹരണം കതഈലി ഹയാത്തി ശൈരി, മുടിയുടെ ജീവൻ അതില്ലത്താക്കുക. എന്തിന്? ബിഹിർമത്തിഹി ബി ത്വലാഖി, ഒരു പെണ്ണിനെ തലാഖ് ചെല്ലല് കൊണ്ട് ആ മുടി ഹറാമാണ്. ആ മുടി ഹറാമാവുക എന്നതുകൊണ്ട് ഖിയാസാക്കിയത് ഹയാത്തു ഷർ, മുടിക്ക് ജീവമുണ്ട്. അപ്പൊ മുടിക്ക് ജീവമുണ്ട് എന്നതിന് ഇല്ലത്താക്കിയത് ഇപ്പോ ഇത് ഹറാമാവുക എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഹറാമായി? തലാഖ് കൊണ്ട് ഹറാമായി. വഹില്ലി, മുടി ഹലാലാണ്. ബിന്നിക്കായ്, നിക്കാഹ് കൊണ്ട്. കല്ലതി, കൈ പോലെ. ഒരു പെണ്ണിനെ കൈ തോണ്ടെങ്കിൽ നിക്കാഹ് വേണ്ടേ? അത് ഹലാലായതുപോലെ തന്നെ മുടിയും ഹലാലാണ്, നിക്കാഹ് വേണം. അപ്പൊ ഇവിടെ ഖിയാസ് അംറുൻ ഹഖീഖിയാണ്. അംറുൻ ഹഖീഖിയാണ് ഇവിടെ മഅലൂല്. ഇങ്ങനെ മഅലൂല് അംറുൻ ഹഖീഖി ആയാലും വേണ്ടില്ല. ഇല്ലത്തെന്തായിട്ട് വരുന്നറിയാമോ? ശർഇയായിട്ട് വിധിയായിട്ട് വരാം. അതാണ് പറയുന്നത്. വഖീല, പറയപ്പെട്ടിട്ടുണ്ട് ലാ തകൂനു ഹുക്മൻ, അത് ഇല്ലത്ത് ഹുക്മാകൂല. കാരണം ലിഅന്ന ശഅനൽ ഹുക്മി, ഹുക്മിന്റെ അവസ്ഥ കാര്യം അയ്യകൂന മഅലൂലൻ, മഅലൂലാവലാണ് ഹുക്മ്. ലാ ഇല്ലത്തൻ, ഇല്ലത്താവലല്ലോ. അപ്പൊ ഇല്ലത്ത് ഹുക്മാവുക അതിന്റെ പരിപാടി നടക്കൂല. നിങ്ങളിവിടെ വേറെ ഇല്ലത്താക്കി പറഞ്ഞു, ഈ ഇല്ലത്തൊക്കെ ഹുക്മാന്ന് പറഞ്ഞു എങ്കിൽ ഞങ്ങള് പറയുന്നത് അത് നടക്കൂല. ഇല്ലത്ത് ഹുക്കുമാവൂല, ഇല്ലത്തോട് മായൂലായിട്ട് ഹുക്കും വരിക എന്നല്ലാതെ എന്താ ഓറുദ്ദ. ഓ, അങ്ങനെ കീര പറഞ്ഞെങ്കിൽ ന്യായമാണ് തോന്നിയേക്കാം.
തോന്നണ്ട, അത് തട്ടിവിട്ടു. എന്തുകൊണ്ട്? അന്നൽ ഇല്ലത്ത് എന്ന് പറഞ്ഞത് മുഅറഫല്ലേ, അടയാളമാണ് എന്നല്ലേ ഇല്ലത്തിന്റെ അർത്ഥം വെച്ചത്. പിന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ മഅലൂലാകെ അവിടെ വെക്കുന്നത്. അപ്പൊ ഹുക്മ് മഅലൂലാവുക എന്നുള്ളത് നടക്കൂല, ഇല്ലത്ത് അടയാളാന്ന് വെച്ചത്. അപ്പൊ ഇല്ലത്ത് അടയാളമാണെങ്കിൽ ഇല്ലത്ത് ഹുക്മായിക്കൂടെ? അപ്പൊ ഹുക്മ, ഒരു ഹുക്മിന് മറ്റൊരു ഹുക്മിന് അടയാളമാക്കപ്പെടുന്ന മുബ്തദ അല്ലല്ലോ. ആ വൈറ, ഇനി ഹുക്മ അല്ലാത്തതിനോ ഹുക്മിനോ ഒരു ഹുക്മിനെ എന്ത് ചെയ്യാ? അടയാളമാക്കപ്പെടുക. എന്താ കുഴപ്പം? അപ്പൊ ഇല്ലത്ത് ഹുക്മായിക്കോട്ടെ. ആ ഇല്ലത്ത് ഹുക്മാകുമ്പോൾ അതേ ഹുക്ം എന്തായി? അതിനാൽ വന്നൊരു ഹുക്ം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതാ അങ്ങനെ ആ കീലക്കാരെ പൊളിച്ചടക്കി. ഇനി നമുക്ക് പറയാനുള്ള സാലിസുഹ, ഇവയിൽ മൂന്നാമത്തെ അഭിപ്രായം തകൂനു, ഇല്ലത്താകും, ഹുക്മൻ ശറഇയ്യ, ശറഇയായ ഹുക്മാകും എന്നുള്ളതാണ് മൂന്നാമത്തേത്. പക്ഷേ അതിന് നിബന്ധനയുണ്ട്. ആദ്യം രണ്ട് അഭിപ്രായം പറഞ്ഞു പോയെങ്കിൽ ഇപ്പൊ പറയുന്ന മൂന്നാമത്തെ അഭിപ്രായത്തിന് നിബന്ധനയുണ്ട്. ഇൻകാറൽ മഅലൂല ഹഖീഖിയൻ, മഅലൂല ഹഖീഖിയാകുമ്പോഴേ ഇല്ലത്തെന്താകുള്ളൂ? ശറഇയ ഹുക്മാവുകയുള്ളൂ എന്ന്. ഹാദാ, ഈ പറഞ്ഞത് മുഖ്തള സിയാഖിൽ മുസന്നിഫ് കൊണ്ടുവന്നതിന്റെ തേട്ടമാണ്. ഇങ്ങനെ മുസന്നിഫ് കൊണ്ടുവന്നു, ഇങ്ങനെ കൊണ്ടുവന്നപ്പോ അതിനാൽ കിട്ടിയ തേട്ടമാണ് സാലിസുഹ ഇൻകാറൽ മഅലൂല ഹഖീഖിയൻ എന്നുള്ളത്. ഒഫീഹി, അങ്ങനെയുള്ള കാര്യത്തില് സഹുവൻ, അത് മറന്നു പറഞ്ഞതാ, അത് മറവിയുണ്ടായി. അങ്ങനെ കൊണ്ടുവന്നതിന് മറവിയുണ്ട്, അത് മറവിയാ. അപ്പോ സവാബുഹു, യഥാർത്ഥത്തിൽ എന്താണ് ഉള്ളത് വേണ്ടത്? ഐ യുസാദ ലഫുല്ലത്തു ല, ല എന്ന ലഫുല്ലിനെ സായിദയാക്കണം. ല എന്ന ലഫുല്ലിനെ സായിദയാക്കുക. ബഅദ ഖൗലിഹി, മുസന്നിഫിന്റെ വാക്കിന് ശേഷം. വസാലിസുഹ എന്ന് മുസന്നിഫ് പറഞ്ഞല്ലോ. മുസന്നിഫ് പറഞ്ഞ വസാലിസുഹ എന്നതിന് ശേഷം ഒരു ല എന്ന പദത്തെ കൂട്ടിക്കൊണ്ടുവരിക. വസാലിസുഹ ലാ ഇൻകാറൽ മഅലൂല ഹഖീഖിയ്യ, വദാലിക, അത് ഏത്? സവാബ് അന്ന ഫീ തഅൽ ഹുക്മി ശറഇയ്യ, ശറഇയായ ഹുക്മിന്റെ ഇല്ലത്തിൽ. എന്തുകൊണ്ട്? ബിൽ ഹുക്മി ശറഇയ്യ, ശറഇയായ ഒരു ഹുക്മ് കൊണ്ട് ശറഇയായ ഹുക്മിനെ ഇല്ലത്താക്കലിൽ ഉണ്ട്. എന്തുണ്ട്? ഖിലാഫൻ, ഖിലാഫുണ്ട്, അഭിപ്രായമുണ്ട് എന്നതാണ്. അതാണ് സവാബ്. അനിൽ ജവാദ് റാജിഹി, ഇനി റാജിഹായ ബലപ്പെട്ട അഭിപ്രായ പ്രകാരം ജവാദാന്ന് വെക്കുക. ആ ജവാദ് പ്രകാരം ഹൽ യജൂസു തഅലീലുൽ അംരിൽ ഹഖീഖി, ഹഖീഖിയായ ഒരു കാര്യത്തിന്റെ തഅലീല് ആകാൻ പറ്റുമോ? ബിൽ ഹുക്മി ശറഇയ്യ, ശറഇയായ ഹുക്മ് കൊണ്ട് ഇല്ലത്താക്കാൻ പറ്റുമോ? റാജിഹായ ജവാദ് പ്രകാരം തന്നെ അങ്ങനെയുണ്ട് അഭിപ്രായം. ഖാല ഫിൽ മഹ്സൂലി, എങ്കിൽ മഹ്സൂലില് മുസന്നിഫ് പറഞ്ഞത് അൽ ഹഖു, യഥാർത്ഥത്തിൽ അൽ ജവാസു പറ്റും എന്നുള്ളതാണ്. ഫമുഖാബലുഹു, അപ്പോൾ അതിന്റെ മുഖാബല, അതിന്റെ മുഖാബല എന്തായിട്ട് വരും? അൽ മാനിഉ മിൻ ദാലിക, അത് പറ്റൂല, ആ ഇല്ലത്താക്കൽ നടക്കൂല. എന്തോടൊപ്പം തന്നെ മഅ തസ്വീദിഹി, ആ മുഖാബല ജായിസ് ആക്കുന്നുണ്ട്. എന്തിന്? തഅലീൽ ഹുക്മി ശറഇയ്യ ബിൽ ഹുക്മി ശറഇയ്യ, ശറഇയായ ഒരു ഹുക്മ് കൊണ്ട് ശറഇയായ ഒരു ഹുക്മിനെ ഇല്ലത്താക്കാം. അത് മുഖാബല സംബന്ധിക്കുന്നു, ജായിസാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖാബല എന്താ പറയുന്നത് അറിയോ? ആ തഅലീൽ എന്ന് പറയുന്ന പരിപാടി പറ്റൂല. അങ്ങനെ വെക്കണം. ഹഖീഖൽ അംർക്ക് തഅലീൽ പറ്റൂല. അപ്പൊ എങ്ങനെ ആക്കുക? ഹഖീഖിയായ ഒരു അംർ, ആ ഹഖീഖിയായ ഒരു അംറിന് ഹുക്മു ശറഇയ്യ കൊണ്ട് ഇല്ലത്താക്കുക എന്നുള്ള പരിപാടി പറ്റൂല എന്ന് പറയും. ഹുവ തഫ്സീറു ഫിൽ മസ്അലത്തി, ഈ മസ്അലയുടെ വിശദീകരണം ഇങ്ങനെയാണ്. ഇതാണ് ഇവിടെ വേണ്ടിയിരുന്നത്. ഇവിടൊക്കെ ഒരുപാട് കുഴപ്പങ്ങൾ സംഭവിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് പറയേണ്ടി വന്നത്.
ഇനി ഇല്ലത്താവാം, എന്താവാം, ഔ വസ്ഫൻ മുറക്കബ, കൂട്ടിച്ചേർത്തുണ്ടാക്കിയ വസ്ഫായിട്ട് വരാം. വക്കീല, അവിടെ ഒരു അഭിപ്രായമുണ്ട്, ലാ പറ്റൂല. കാരണം ലിഅന്ന തഅലീല ബിൽ മുറക്കബി, മുറക്കബ് കൊണ്ട് ഇല്ലത്താക്കി കൊണ്ടുവരുമ്പോൾ യുഅദ്ദി, അത് കൂട്ടും, ഇലാ മുഹാലിൻ, ഒരു മുഹാലായ കാര്യത്തിലേക്ക് കൂട്ടും. ആ എന്താ മുഹാലിലേക്ക് വരുന്നത്? ഇന്നോ നിശ്ചയമായിട്ടും മുറക്കബ് മിൻദിഫായി ജുസിഇൻ മിൻഹു, ഒന്നിലധികം കൂട്ടിച്ചേർക്കും മുറക്കമാകുമല്ലോ. അപ്പൊ ആ മുറക്കബിൽ ഒരു ജുസ് ഇല്ലാത്തത് കൊണ്ട് തന്തഫി ഇല്ലിയത്തുഹു, അത് ഇല്ലത്തായിരിക്കുക എന്നുള്ളത് ഇല്ലാതെയാകും. ഒരു ജുസ് ഇല്ലെങ്കിൽ പിന്നെ അത് ഇല്ലത്താവും, അതിലില്ലതായില്ലേ, അതല്ലേ മുറക്കബ്. അപ്പൊ മുഹാലിലേക്ക് കൂട്ടും. അപ്പൊ ഇന്ദിഫായി ആഖറ, അപ്പൊ മറ്റതും ഇല്ലാതെയാവൽ കൊണ്ട് എന്താകും? യൽസമു, ലാസിമായി, തഹസിൽ ഹാസിൽ, ഹാസിലായതാണ് ഇവിടെ. അതിന് ഹാസിലായതിനെ ഹാസിലാക്കുക എന്നുള്ളത് ഇവിടെ വരും. ഒരു ജുസ് ഇല്ലാത്തത് കൊണ്ട് ഇല്ലിയത്തില്ലാതെയാകും. ഇല്ലിയത്തില്ലാതെ വന്നാൽ പിന്നെ ഹാസിലായതിനെ ഇവിടെ ഹാസിലാക്കല് വരും. അതുകൊണ്ടാണ് മുഹാൽ എന്ന് പറയുന്നത്. കാരണം ജുസ് ഇല്ല എന്നുള്ളത് ഇല്ലത്തുൻ, അതൊരു ഇല്ലത്തല്ലേ. ലിഅൽമിൽ ഇല്ലിയത്തി, ഇല്ലത്തായിരിക്കുക, ഇല്ലത്ത് ഇല്ല എന്നതൊരു ഇല്ലത്തല്ലേ ജുസ് ഇല്ല എന്നുള്ളത്. അവിടുത്തെ ഹാസിലായില്ലേ. ആയിക്കോട്ടെ, അങ്ങനെയാണ് കീല പറയുന്നത് എങ്കിൽ അതിന് മറുപടി ഞങ്ങളെ ഭാഗത്തുനിന്ന് കേട്ടോളൂ. കൊല്ല, നമ്മൾ പറയും, ലാനുസല്ലിമു, നമ്മൾ സംഭവിക്കൂല, അന്നഹു, ആ ജുസ് ഇല്ലാതെയാവുക എന്നുള്ളത് ഇല്ലത്തുൻ, അത് ഇല്ലത്താണെന്ന് പറഞ്ഞത് നമ്മൾ സംഭവിക്കൂല. ഹുവ, നിശ്ചയമായിട്ടും ഇന്തിഫാ എങ്ങനെ പറയാം? അദബു ഷർത്തിൻ, ഷർത്ത് ഇല്ലാന്ന് പറഞ്ഞോളൂ. ഇല്ലത്ത് ഇല്ലാത്തതിന് ഇല്ലത്താന്ന് പറഞ്ഞത് നടക്കൂല. കാരണം ഇല്ലിയത്തി, ഒരു ജുസ്, എല്ലാ ജുസും കൂടി ഉണ്ടാവണം. മുറക്കമാകുമ്പോ എല്ലാ ജുസും വേണം. എന്തിന്? ഇല്ലത്തായിരിക്കല് ഷർത്താണ് എല്ലാ ജുസും എന്ന് പറയും. അല്ലാതെ ഇല്ലിയത്ത് ഇല്ലാത്തതിന് ഇല്ലത്താവുക, ജുസ് ഇല്ലാതെയാവുക എന്നത് ശരിയല്ല. ജുവലോ സുല്ലിമ, സമ്മതിക്കപ്പെട്ടാൽ തന്നെ അന്നഹു ഇല്ലത്തുൻ, ആ ഇന്ദിഫാ ഇല്ലത്താണ് സമ്മതിക്കപ്പെട്ടാൽ, ഫഹൈസു, എവിടെ, ലയസ്മുഹു വൈറുഹു, ആ ഇന്ദിഫായിന് അതല്ലാതെ മറ്റൊന്നും മുൻകടന്നിട്ടില്ല. അതായത് ഐ ഇന്ദിഫാ ജുസിൻ, ഇന്ദിഫാ ജുസിൻ ആഖറ, മറ്റൊരു ജുസ്. അപ്പൊ മറ്റൊരു ജുസിന്റെ ഇന്ദിഫാ ഇതിന് മുൻകടന്നിട്ടില്ല എന്നില്ലയിടത്ത് തന്നെ അതെന്തായെന്നറിയാമോ? ഇല്ലത്താൻ സംബന്ധിച്ചാൽ പോലും. ഏതുപോലെ കമാബി നവാഖിദിൽ വുളൂഇ, വുളൂ മുറിയുന്ന കാര്യത്തിലുള്ളത് പോലെ, വുളൂ മുറിയുന്ന കാര്യത്തിൽ ഉള്ളതുപോലെ. അപ്പൊ അതിന് കാരണം പറഞ്ഞിട്ടുണ്ടോ? അത് കമാബി നവാഖിദിൽ വുളൂഇ എന്താ പറഞ്ഞത്? അപ്പൊ ജുസ് ഇല്ലാതെയാവുക എന്നുള്ളത് ഇല്ലത്താണ്. അപ്പോ ആ ഇല്ലിയത്ത് ബസൂർത്താണ്, മറ്റൊന്ന് ഇല്ലാതിരിക്കുക എന്നതുകൊണ്ട്. അപ്പോ അത് അപകടമാണെന്നൊക്കെ അല്ലെങ്കിൽ പറയുന്നത്. അങ്ങനത്തെ വിഷയമൊന്നും ഇവിടെ അല്ല. ഒമിനത്തായിരയിൽ മുറക്കബി, മുറക്കബ് കൊണ്ട് ഇല്ലത്താക്കുന്നതിൽ പെട്ടതാണ് എന്ത്? തഅലീൽ വുജൂബിൽ ഖിസാസി ബിൽ ഖത്ലി അൽ അംദ്, മനഃപൂർവ്വം കൊല്ലൽ കൊണ്ട് പ്രതികാര നിർബന്ധമാണ്. ആ പ്രതികാര നിർബന്ധത്തെ ഇല്ലത്താക്കുന്നത് മുറക്കബ് കൊണ്ടുള്ള ഇല്ലത്താക്കുന്നതിൽ പെട്ടതാണ്. എന്ത്? ലിഉദ്വാൻ, ഖത്ൽ അംദിൽ ഉദ്വാൻ. അൽ ഉദ്വാനു ലിമുകാഫിഇൻ ഗൈരി വലദിൻ, കുട്ടിയല്ലാത്ത മുകാഫിഇനോട് മത്സരിച്ചു. കുട്ടിയല്ലാത്ത മുകാഫി, അങ്ങനത്തെ മുകാഫിഇനോടുള്ള മത്സരം കരുതി കൂട്ടി കൊന്നാൽ പ്രതികാരം വേണമല്ലോ എന്നതുപോലെ തന്നെയാണ് മുകാഫിയുള്ള മത്സരവും എന്ന് പറഞ്ഞു. അവിടെ മുറക്കമുള്ളത് ഇല്ലത്തല്ലേ. ഖാൽ മുസന്നിഫു, മുസന്നിഫ് പറയുന്നു, ഓഹുവ, ആ ഇന്ദിഫാ കസീർ, ഒരുപാടുണ്ട്. വമാ അറഇൽ മാനിഇ മിൻഹു, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഇന്ദിഫാനെ തടുക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല.
അങ്ങനെ തടുക്കുന്നവർക്ക് ഞാൻ എന്തായില്ല അഭിപ്രായപ്പെടുന്നില്ല മുഖല്ലസ് ഒരു രക്ഷപ്പെടുന്നു എന്നൊരു അഭിപ്രായം കാണില്ല. ഇല്ല ആ മാന്യ ബന്ധിച്ചാൽ ഒഴികെ ബി വസ്ഫിൻ മിൻഹു അതിൽ നിന്നുള്ളതായ ഒരു വസ്ഫ്, അതായത് ഇന്തിഫായ് എന്ന് പറഞ്ഞല്ലോ, ആ ഇന്തിഫായ് എന്നൊരു വസ്ഫുമായി ഈ മാനിയെ ബന്ധിക്കണം. അങ്ങനെ ബന്ധിക്കുകയാണെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ രക്ഷയില്ല. എന്നിട്ട് ഓ യജ്അൽ ബാഖിയ അങ്ങനെ ബാക്കിയുള്ളത് ആക്കണം. ഷുറൂത്തൻ ഫീഹി ആ മുറക്കബിലുള്ള ഷർത്താക്കി മാറ്റണം. ഇങ്ങനെ വന്നാൽ മാനിയിൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയൂല. ഖിലാഫു ഹീന ഇതിൽ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ നടന്ന തർക്കം എത്തിച്ചേരുക ഇലൽ ലഫ്ളി അത് ലഫ്ളിലേക്കാണ് കൂടിച്ചേരുക, അല്ലാതെ മാനയിലേക്കല്ല. വസാലിസുഹ ഇനി മൂന്നാമത്തെ ഖൗല് യജൂസു ജായിസാകും ലാക്കിൻ ലാ യസീദു അലാ ഖംസ് ഈ മുറക്കബ് ജായിസാണ്, പക്ഷേ 5ൽ കൂടുതൽ പറ്റൂല. അജ്സായി ജുസുക്കളിൽ 5 ജുസുക്കളിൽ കൂടുതൽ പറ്റൂല. ഹഖാഹു ശൈഖ് അബൂ ഇസ്ഹാഖ് ശിറാസി കൽ മാവറദി അൻബാലിയും ചില ആളുകളെ തൊട്ട് ബിശറഹില്ലുമായി സറഹുല്ലുമായി ചില ആളുകളെ തൊട്ട് മാവറദി ഇമാമവറുകൾ എന്ത് ചെയ്തതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഷേഖ് അബൂ ഇസ്ഹാഖ് ശിറാസി എന്ന് പറയുന്ന ആളില്ലേ, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞതിന് ഹിക്കാത്ത് ചെയ്തിട്ടുണ്ട്. വഹക്കാഹു അതിനെ ഹിക്കാത്ത് ചെയ്തിരിക്കുന്നു. അന്നിക്കായത്തിഹി ഷെയ്ഖിന്റെ ഹിക്കായത്തിനെ തൊട്ട് ഈ പറഞ്ഞ ഹിക്കാത്ത് ചെയ്തു. അൽ ഇമാമു ഇമാമവറുകൾ ഫിൽ മഹസൂരിൽ എങ്ങനെ ഹിക്കാത്ത് ചെയ്ത് ബി ലഫ്ളി സബ്അത്ത് എന്ന പദം കൊണ്ടാണ്. ഇവിടെ 5ൽ കൂടുതൽ പറ്റുക എന്നല്ലേ. മഹസൂരിൽ ഇമാമവറുകള് ഷെയ്ഖ് അവറുകൾ ഹിക്കാത്ത് ചെയ്തതിനെ തൊട്ട് ഹിക്കാത്ത് ചെയ്ത് സബ്അത്ത് എന്ന പദം കൊണ്ടാണ്. അപ്പൊ അന്നഹ അപ്പൊ ഈ സബ്അത്ത് എന്നുള്ളത് ഏതുപോലെ ഇരിക്കുന്നുണ്ട്, തസഹഫത്ത് ഫി നുസ്ഖത്തിഹി അദ്ദേഹത്തിന്റെ കോപ്പിയിൽ ഇതെന്തോ ഒരു തരംമറിക്കൽ നടന്നിട്ടുണ്ട്, തിരിമറി നടത്തിയിട്ടുണ്ട്, അതുപോലെ ഇരിക്കുന്നുണ്ട് എന്നർത്ഥം. കമാ ഖാല മുസന്നിഫ് മുസന്നിഫ് പറഞ്ഞതുപോലെ ഖാല മുസന്നിഫ് പറഞ്ഞു അല്ല ഖാല പറഞ്ഞു അയൽ ഇമാം പറയുന്നു വല അഅരിഫു ലിഹാദൽ ഹസ്നി ഇങ്ങനെ ഹസ്റാക്കുന്നതിന് ഹുജ്ജത്തൻ ഒരു ലക്ഷ്യവും ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ നുസ്ഖയില് കോപ്പിയിൽ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് ഇതർത്ഥം. യുഖാലോ ചിലപ്പോൾ പറയപ്പെടാം ഹുജ്ജത്തുഹു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഉജ്ജിയത്തുഹു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അൽ ഇസ്തിഖ്റാഉ മിൻ ഖായിലിഹി അത് പറഞ്ഞ ആളിൽ നിന്നുള്ള പരിശോധന ആയിരിക്കാം, അത് പറഞ്ഞ ആളിൽ നിന്നുള്ളതായ പരിശോധിച്ചിട്ട് കിട്ടിയതായിരിക്കും ഹുജ്ജത്താണ്. അല്ല ഇങ്ങനെ പറയാൻ ഹുജ്ജത്ത് ഇല്ലല്ലോ. പിന്നെ അതതി ഇവിടെ അതതിനെ മുഅന്നസാക്കി അല്ലേ, ഇവിടെ സബ്അത്ത് എന്ന അതതിനെ മുഅന്നസാക്കിയത്. അപ്പോ ഇന്ദ മഅദൂദിൽ മുദക്കറായ മഅദൂദ് ഉണ്ട് ഇവിടെ. ആ മുദക്കറായ മഅദൂദ് ഇവിടെ കളഞ്ഞു. ആ കളഞ്ഞതായ സമയത്ത് ഇവിടെ എന്ത് കാണിച്ചു, സബ്അത്തുൻ എന്നൊരു മുഅന്നസാക്കിയിട്ട് അതിനെ കൊണ്ടുവന്നു. കമാഹുന ഇവിടെ ഉള്ളതുപോലെ തന്നെ അത് ജായിസുൻ അങ്ങനെ കൊണ്ടുവരിക ജായിസാണ്. അദലയിലെ അതിലേക്ക് മുസന്നിഫ് തെറ്റി, അതിൽ അസിലിനെയും വിട്ടുകൊണ്ട് മുസന്നിഫ് ഈ പറഞ്ഞതിലേക്ക് തെറ്റിയത് ഇഖ്തിസാറൻ അത് ചുരുക്കാൻ വേണ്ടി തെറ്റിയതാണ്. അപ്പൊ വിഷയം അങ്ങനെ കഴിഞ്ഞു. അപ്പോ നമുക്ക് ഇവിടെ 5ൽ കൂടുതൽ മുറക്കബ് ഇല്ലത്താവുക, 5ൽ കൂടുതൽ ജുസ്കൾ പറ്റുക ചർച്ച വന്നത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വമിൻ ശുറൂത്തിൽ ഇൽഹാഖി ബിഹാ ബിസബബിൽ ഇല്ലത്തി ഇസ്തിമാലുഹാ അലാ ഹിക്മത്തിൻ തുബ്അതു അൽ മുകല്ലഫ അലൽ ഇംതിസാലി ഇതാണ് ശേഷം വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. ആ വാക്കാ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ ചർച്ച അള്ളാഹു നമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ ഈ സൗണ്ട് നിങ്ങളിലേക്ക് ഞാൻ വിടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.